Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ് എടുത്ത് നിർത്തിയത് 26th വരെ ആയിരുന്നു അല്ലെ ഫോർമുല. ഓക്കെ, അപ്പോ ഇനി സുഖമായിക്കൊണ്ടിരിക്കുന്നു. വൈകിപ്പോഴും ചൂടുവെള്ളമൊക്കെ കുടിച്ചാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനിന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ടെടുത്താൽ കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ നമുക്ക് 27 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 26th വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. അതുവരെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി 27 നോക്കാം. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു സിറ്റുവേഷൻ, ഒരു സംഭവം, അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു എന്താണ്, ഒരു അനുകരണമാണ് നമുക്ക് പറയാൻ പറ്റും മോക്ക് ഡ്രിൽസ്. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പോ നിങ്ങള് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ എൻഎസ്എസിന്റെ ഭാഗമായിട്ടൊക്കെ പോലീസുകാരൊക്കെ വന്നിട്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ട്, പോലീസുകാരൊക്കെ വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ടോ? ഇപ്പോ എന്താ, ഗ്യാസിൽ നിന്ന് തീ പടർന്ന് പിടിക്കുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോ എങ്ങനെ CPR കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് നമ്മളെ കാണിച്ചു തരാറുണ്ട് അല്ലെ. അതിനെയാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാളെ വഴിയിൽ തളർന്നു വീഴുമ്പോ ഇയാൾക്ക് നമ്മൾ എങ്ങനെയാണ് CPR കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു ഡെമോ കാണിച്ചു തരാം അല്ലെ. ഒരു ബൊമ്മനെ കൊണ്ടുവന്ന് എങ്ങനെയാണ് CPR, കൈകൾ രണ്ടും ഇങ്ങനെ പുറത്ത് പിടിച്ചുകൊണ്ട് അത് ഇങ്ങനെ അമർത്തി കാണിച്ചു തരാറുണ്ട് അല്ലെ, ഡെമോ. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. Mock drill is a simulation exercise of preparedness for the any type of event. അപ്പോ ഒരു സംഭവത്തിന്, ഏതൊരു ഇവന്റിനെയും അത് അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പ്, ഏതൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിലും അതിന് കാണിക്കുന്ന ഒരു അനുകരണം. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അനുകരണമാണ്. ഈ അനുകരണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു തയ്യാറെടുപ്പ്, ഒരു അനുകരണമാണ് എന്ന് പറഞ്ഞത് മോക്ക് ഡ്രിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ. ചിലപ്പോ എന്താണ്, ഒരു സംഭവമാകാം അല്ലെ, അല്ലെങ്കിൽ ഒരു ദുരന്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പേടിച്ചു മാറി നിൽക്കാതെ അതിനെങ്ങനെ തരണം ചെയ്യണം എന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് മോക്ക് ഡ്രിൽസ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. Is basically a child run or preparedness drill. അപ്പൊ എന്താണ്, ഒരു റിഹേഴ്സൽ ആവാം അല്ലെ. ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, അതൊരു റിഹേഴ്സൽ ആണെന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഫയർ മോക്ക് ഡ്രിൽ, ഡിസാസ്റ്റർ ഡ്രിൽ, കോഡ് ബ്ലൂ ഡ്രിൽ, ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ. അപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ പറഞ്ഞു ഗ്യാസ് ഒക്കെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെ എടുത്താം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദുരന്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്. അതുപോലെ കോഡ് ബ്ലൂ ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാവാം. കോഡ് ബ്ലൂ CPR അല്ലെ, CPR-മായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ CPR എന്താണ്, കാർഡിയാക് അറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ CPR നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു അനുകരണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗോളതലത്തിലുള്ള പകർച്ചവ്യാധികള്, ഇപ്പോ നിപ്പ, അതുപോലെ കൊറോണയൊക്കെ വന്നപ്പോ കൊറോണ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ ഓരോ ജില്ല തോറും ഇവരിങ്ങനെയുള്ള മോക്ക് ഡ്രിൽസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എപ്പോ വരുമ്പോഴും മോക്ക് ഡ്രിൽസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? നമുക്കറിയാം, മറ്റുള്ളവർ ചെയ്ത് കാണിക്കുമ്പോൾ, ഇപ്പൊ CPR ഡെമോ ചെയ്ത് കാണിക്കുമ്പോൾ
മറ്റുള്ള സ്റ്റാഫുകൾ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ CPR കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഒരാള് ഡെമോ കാണിച്ചു തരും, മറ്റുള്ളവരത് കണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അത് കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ ഓരോരുത്തരും അത് നോക്കി പരിശീലനം നേടുമ്പോ അതില് അവര് പഠിക്കുന്ന അല്ലെങ്കിൽ നോക്കി കാണുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അതിന്റെ ആ വ്യത്യാസങ്ങളാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, മോക്ക് ഡ്രിൽസ് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. മനസ്സിലായോ? ഓരോരുത്തരും കാണുന്ന വ്യൂ വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തരും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ മോക്ക് ഡ്രിൽസുകൾ നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ എണ്ണമാണ് ഇവിടെ കണക്കാക്കുന്നത്. നമുക്കറിയാം മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആവാം അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ട്രയലുകൾ, ഡെമോ അല്ലെ, അങ്ങനെയുള്ള അനുകരണങ്ങളെയാണ് നമ്മള് മോക്ക് ഡ്രിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ പേടിച്ച് മാറി നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെ, അതിനുള്ള ഒരു പരിശീലനം നൽകുന്നതാണ് മോക്ക് ഡ്രിൽസ്. ഓക്കെ, മനസ്സിലായോ? ഇനി അതിന്റെ ഫോർമുല നിങ്ങളുടെ PDF ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഫോർമുല മിസ് വായിക്കാം. ഇല്ല, ഫോർമുല ഇല്ലാത്തവര് ജസ്റ്റ് മിസ് പറയുമ്പോ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഫോർമുല ഇല്ലാത്തവര് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫോർമുല ഇല്ലാത്തവരെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ഫോർമുല ഇതാണ്: total number of variation observed in a mock drill divided by total number of observation made into 100. ഓക്കെ ആണോ? ഇല്ലാത്തവർക്ക് ഒന്നുകൂടി പറയാം. total number of variation observed in a mock drill. Total number of variation observed in a mock drill divided by total number of observation made. ശ്രീലക്ഷ്മി ഇതേ കമന്റ് ചെയ്തിട്ടുണ്ട്, അറിയാത്തവര് നോക്കി എഴുതാട്ടോ. into 100. ഓക്കെ, ഫോർമുല എഴുതി കഴിഞ്ഞെങ്കിൽ കമന്റ് ഇടാട്ടോ, നീ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർമുല കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, ഫോർമുല നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ അല്ലെ. ഒരു മോക്ക് ഡ്രില്ല് നടത്തുമ്പോ അതില് എത്ര എണ്ണത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ. മനസ്സിലായോ? ഒരു മോക്ക് ഡ്രില്ല് നടത്തുമ്പോ അതിൽ എത്ര എണ്ണത്തിന് വ്യത്യാസം വന്നു, അതിന്റെ ടോട്ടൽ നമ്പർ divided by total number of observation made. നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ എണ്ണം, അതേ into 100. മനസ്സിലായോ? ഫസ്റ്റ് പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രില്ല് നടത്തുമ്പോ എത്ര എണ്ണത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർ കാണുന്നതും വ്യത്യാസമാണ് അല്ലെ, മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെ, ഓരോരുത്തർ ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. അപ്പൊ ഒരാള് ചെയ്യുന്നത് പോലെയല്ല മറ്റൊരാള് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ CPR ഒക്കെ എന്താണ് വ്യത്യാസം വന്നാല് കറക്റ്റ് ആയിട്ട് അത് കിട്ടില്ല. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ ചെയ്യുമ്പോൾ വ്യത്യാസം വരാം, ചിലപ്പോൾ തെറ്റിപ്പോവാ അല്ലെ. അപ്പൊ മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ എണ്ണം, അതേ into 100. മനസ്സിലായോ? ഫോർമുല ക്ലിയർ ആണോ?
ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർമുലയാണ് പേഷ്യന്റ് ഫാൾ റേറ്റ്. നിങ്ങള് എന്താണ് സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലൊക്കെ സ്ട്രിപ്സ് ആൻഡ് ഫാൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കംപ്ലീറ്റ് ആക്കിയോ മിസ്സുമാര്? ഓർക്കുന്നുണ്ടോ പഠിച്ച കാര്യങ്ങള്? സ്ട്രിപ്സ് ആൻഡ് ഫാൾസ് ഓർക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെയുള്ള റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടത് പേഷ്യന്റ് ഫാൾ റേറ്റ്, ഫാൾ പെർ 1000 patient days. ഇവിടെ നോക്കാം. A fall is defined as loss of upright position that resulted in landing the floor, ground or a object or furniture or a sudden uncontrolled unintentional non-purposeful downward displacement of the body to the floor or ground or hitting another object like a chair or stair. ഇവിടെ ഉദ്ദേശിക്കുന്നത് it is a event that ends in a person coming to rest unknowingly on the ground or floor or the lower ലെവൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെയുള്ള ഫർണിച്ചർ തട്ടിയോ അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും തട്ടിയോ അല്ലെങ്കിൽ ചവിട്ടിയോ താഴേക്ക് വീഴുന്നു. അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പേഷ്യൻസിന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഫർണിച്ചറോ അല്ലെങ്കിൽ താഴേക്ക് എടുക്കുന്ന എന്തെങ്കിലും ചവിട്ടിയോ ഇത് തട്ടിയോ താഴേക്ക് വീഴുന്നു. ചിലപ്പോൾ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫ്ലോറിലേക്കോ ലോവർ ലെവലിലേക്കോ ആണ് എന്ത് ചെയ്യുന്നത് എത്തുന്നത്. അതിനെയാണ് ഫാൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, പേഷ്യൻസ് വീഴുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് വീഴുന്നത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അൺഇന്റൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപൂർവം അല്ലാത്ത. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഫർണിച്ചർ തട്ടിയോ അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും കിടന്നിട്ട് അത് തട്ടിയോ എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് വീഴുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അതിനെയാണ് നമ്മള് പേഷ്യന്റ് ഫാൾ റേറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് ഫാൾസ് അല്ലെ, വീണ പേഷ്യൻസിന്റെ എണ്ണം, എത്ര പേഷ്യൻസ് അങ്ങനെ വീണിട്ടുണ്ട് അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ total number of patients days into 1000. Okay, total number, total patient അവിടെ എത്ര പേര് ഉണ്ട് എന്നുള്ളതിന്റെ ആ നമ്പർ into 1000 ചെയ്യുമ്പോൾ ആ റേറ്റ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, എത്ര പേഷ്യന്റ് ഉണ്ട്, എത്ര പേര്, അതിൽ എത്ര പേര് വീണിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് വൺ പറഞ്ഞത് നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ്, എത്ര പേര് താഴേക്ക് വീണിട്ടുണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ്. ഓക്കെ, ടോട്ടൽ പേഷ്യന്റിന്റെ എണ്ണം into 1000. ക്ലിയർ ആയോ? ഓക്കെ, മോക്ക് ഡ്രിൽസും അതുപോലെ തന്നെ പേഷ്യന്റ് ഫാൾ റേറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഓക്കെ, near misses is an unplanned event that did not end in injury, illness, or damage, but had the power to do so. Errors that did not result in patient harm but could have can be classified as a near misses. ഇവിടെ പറയുന്നത്, നിങ്ങൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് കൂടി ഒരു വണ്ടി കടന്നു പോയി. അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഇടിക്കാനായിട്ട് പോയല്ലേ? ഇടിക്കാനായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് കൂടി ഒരു വണ്ടി ഇടിക്കാനായിട്ട് പോയപ്പോ നിങ്ങൾ എന്ത് പറയും? ജസ്റ്റ് മിസ് പറയാറുണ്ടല്ലേ നമ്മള്? ഓക്കെ, ജസ്റ്റ് മിസ്സായി പോയി, പിടിച്ചാണ് അല്ലെ, പറയാറുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഉള്ള നമ്മൾ ജസ്റ്റ് മിസ് എന്ന് പറയാറുണ്ട് അല്ലെ. ഇവിടെ ഹോസ്പിറ്റലുകളില് എന്താണ് ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളിൽ വരുന്ന പിശകുകള് അല്ലെങ്കിൽ പ്രതികൂല സംഭവങ്ങളാവാം ഇങ്ങനെ നിയർ മിസ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇപ്പോ ഒരു പേഷ്യന്റിനെ സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ന് പറഞ്ഞാല് റൈറ്റ് ഷോൾഡറിലാണ് സർജറി ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പൊ ഡോക്ടർ സർജറിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡോക്ടർ സർജറി ചെയ്യാൻ പോകുന്നത് കൈയുടെ എന്താണ് ആ അടിഭാഗത്താണ്, ഷോൾഡറിലല്ല, അതിന്റെ അടിഭാഗത്തായിട്ടാണ്, റെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് അനസ്തേഷ്യസ്റ്റിന് അത് കാണുകയും ആ അപകടം ഒഴിവാക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? സർജറി ഷോൾഡറിൽ തന്നെ എന്നിട്ട് ചെയ്യുകയുണ്ടായി. മനസ്സിലായോ? അപ്പൊ എന്താണ്, ആ അപകടം ഒഴിവായി അല്ലെ, ജസ്റ്റ് മിസ്സായി നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ജസ്റ്റ് മിസ് അതിനെയാണ് ഇവിടെ നിയർ മിസ്സസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? അപകടം ഉണ്ടാവാൻ പോകുന്നു, പക്ഷെ അത് ജസ്റ്റ് അല്ലെങ്കിൽ നിയർ മിസ് ആയിട്ട് പോകുന്നു. മനസ്സിലായോ? അപ്പോ അങ്ങനെ പേഷ്യൻസിന് അപകടങ്ങളും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, ബട്ട് അപകടം ഉണ്ടാകാനായിട്ടുള്ള പവർ ഉണ്ട് അല്ലെ. അങ്ങനെ അപകടം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഒരു പക്ഷെ സർജറി മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു അപകടമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അത് മാറിപ്പോയി അല്ലെ, അങ്ങനെ ഒരു കാര്യം നമുക്ക് സംഭവിച്ചു എന്ന് പറയും. പക്ഷെ ഇത് അനസ്തീഷ്യസ്റ്റിന്റെ ഒരു ശ്രദ്ധയിൽ പെടുകയും ഡോക്ടറോട് പറഞ്ഞ് അത് മനസ്സിലാക്കിച്ച് എന്താണ് സർജറി മാറി ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്താണ്, അങ്ങനെയുള്ളൊരു സംഭവം നിയർ മിസ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപകടം ഉണ്ടാകാതെ നമ്മളിപ്പോ എന്താണ് വണ്ടി ഇടിക്കാതെ അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു, ബട്ട് ഇടിച്ചിരുന്നെങ്കിൽ എന്താണ്, ചിലപ്പോ എല്ലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകാനാണ് അല്ലെ, ആ ഇഞ്ചുറി വരാനുള്ള ഒരു പവർ അതിനുണ്ട്. മനസ്സിലായോ? പക്ഷെ എന്താണ്, അപകടം ഉണ്ടായിട്ടില്ല. അപകടം ഉണ്ടായെങ്കിൽ എന്താണ്, ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഇൽനെസ്സോ വരാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ആ കൺസെപ്റ്റ് എന്താണെന്ന്? അപകടം ഉണ്ടാകാൻ പോയി, പക്ഷെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാറ്റഗറിനെ നിയർ മിസ് എന്ന കാറ്റഗറീസിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് divided by number of incidents reported into, അവിടെ into ഉണ്ടോ? into പ്രിന്റ് ഉണ്ട് അല്ലെ, into 100 കേട്ടോ. ചില പ്രിന്റ് നോട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് സ്ക്രീനിലുള്ളത് അവിടെ ഇല്ല, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ. എത്ര എണ്ണം നിയർ മിസ്സായി റിപ്പോർട്ട് ചെയ്തു? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്
എത്ര എണ്ണം നിയർ മിസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്, അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ഓക്കെ, എത്ര എണ്ണം നിയർ മിസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തു, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെ റിപ്പോർട്ട് ചെയ്ത ഇൻസിഡന്റിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. Needle stick injury is a perforating stab wound from a needle that may result in exposure to blood or other body fluids. Needle stick injuries are wound caused by needles that accidentally puncture in skin. അപ്പൊ എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? ഒരു നീഡിൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പുകളായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടോ മുറിവുകൾ ഉണ്ടാവും അല്ലെ, അതിനെയാണ് നമ്മൾ പറയുന്നത് പെർഫോറേറ്റിംഗ് സ്റ്റാബ്. ഓക്കെ, സുഷിരം. സ്റ്റാബ് എന്ന് പറഞ്ഞാല് സുഷിരം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും നീഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ട് നമ്മുടെ കയ്യില് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് വരാറുണ്ട്? ബ്ലഡ് വരാറുണ്ട് അല്ലെ. ഓക്കെ, അതിന്റെ റിസൾട്ട് എന്താണ്? ബ്ലഡ് വരും അല്ലെ. ഇപ്പൊ നീഡിൽ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു സുഷിരം ഉണ്ടാവും, അതിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസിന്റെ റേറ്റ് ആണ് നമ്മളൊക്കെ ഫോർമുലയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ആക്സിഡന്റലി അല്ല അല്ലെ, അറിയാതെ അങ്ങനെ ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ട് ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫോർമുലയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് parenteral exposures divided by number of inpatients days into 1000. പാരന്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാല് എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്സ്. ഓക്കെ, ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഞ്ചുറീസ്, അതിനെയാണ് പാരന്ററൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും സൂചി കൊണ്ടോ എന്തെങ്കിലും എന്താണ് ബ്ലേഡ് കൊണ്ടോ എന്തെങ്കിലും മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് പാരന്ററൽ എക്സ്പോഷർസ്. ഓക്കെ, അപ്പോ എത്ര എന്താണ് പാരന്റൽ എക്സ്പോഷർ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൊണ്ട് എത്ര ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, അവിടെയുള്ള ആ ഹോസ്പിറ്റലിലുള്ള ഇൻപേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 1000. മനസ്സിലായോ? അപ്പോ ഇൻപേഷ്യൻസ്, അവിടെ കിടക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട്, മനഃപൂർവ്വമല്ല, ആക്സിഡന്റലി ആണല്ലേ, മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിക്കുന്നതാണ് അല്ലെ, എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടൊക്കെ നമ്മള് പെട്ടെന്ന് മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് വരും? സുഷിരം ഉണ്ടാവും. ആ സുഷിരത്തിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? ബ്ലഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ളതിന്റെ ഫോർമുലയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പാരന്റൽ എക്സ്പോഷർ. പാരന്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാകുന്ന മുറിവ്, അതിൽ നിന്നും ബ്ലഡ് വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്ട്സിൽ നിന്ന് എത്ര പേർക്ക് ഇങ്ങനെയുള്ള എന്തുണ്ടായി? ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, അവിടെ കിടക്കുന്ന അഡ്മിറ്റ് ആയിട്ടുള്ള ടോട്ടൽ ഇൻപേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 1000. വായിച്ചു നോക്കാം കേട്ടോ, രണ്ട് ഫോർമുലയും 29ഉം 13ഉം.
ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് 31 കേട്ടോ. അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ചസ് ടു ബി ഡൺ സെപ്പറേറ്റ്ലി ഫോർ ഡോക്ടേഴ്സ് ഓർ നഴ്സ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. അപ്പോ നമ്മള് ഇപ്പോ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ വരും അല്ലെ. ഇപ്പൊ ഒരാൾക്ക് ഡേ ആണെങ്കിൽ മറ്റാൾക്ക് എന്താണ് നൈറ്റ് ആയിരിക്കും അല്ലെ. അപ്പോ അവിടെ കിടക്കുന്ന പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ എണ്ണ ആ റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ. ഇപ്പൊ ഏത് മരുന്നാണ് കാലത്ത് കൊടുത്തത് അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ എഴുതി വെക്കും അല്ലെ. അടുത്ത വരുന്ന നേഴ്സിന് അത് ഫോളോ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് മരുന്ന് ഏതാണ് കൊടുക്കേണ്ടത് എന്നറിയാനായിട്ട് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും ഇല്ലേ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോ കാലത്ത് നിൽക്കുന്ന നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന മരുന്നിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും അടുത്ത ഡ്യൂട്ടിക്ക് വരുന്ന നേഴ്സിനായാലും അല്ലെങ്കിൽ ഡോക്ടർക്കായാലും കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ റേറ്റ്. കിട്ടിയോ? മനസ്സിലായോ കൺസെപ്റ്റ് എന്താണെന്ന്? ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, ഉചിതമായിട്ട് എത്ര എണ്ണം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻടു 100. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ ഇവിടെ പറയുന്നത്. അവസരങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻടു 100 ചെയ്യുമ്പോ നമുക്ക് ആ റേറ്റ് കിട്ടും. കിട്ടിയോ? ഒന്നുകൂടിയും പറയാം. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, ഉചിതമായിട്ട് എത്ര എണ്ണം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. ഉചിതമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുമല്ലോ അതിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 100. നെക്സ്റ്റ് ആണ് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന കംപ്ലൈൻസ് എന്ന് പറഞ്ഞാല് കംപ്ലൈന്റ് ആണോ? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കംപ്ലൈന്റ് കൊടുക്കാന്നുള്ളതാണോ? ആ കംപ്ലൈന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്ന കംപ്ലൈൻസ്? എന്തായിരിക്കാം മീനിങ്? പാലിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് പാലിക്കുക. മരുന്നുകള് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. ഡോക്ടർമാര് ഷോർട്ട് ഫോംസ് അബ്രിവേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അവരെഴുതുന്ന ആ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോ ആ കുറിപ്പടിയിൽ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഷോർട്ട് ഫോംസില് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. അങ്ങനെയാണ് നിയമം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാത്തവര് ചിലവര് എഴുതാം ചിലവര് എഴുതാതിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ പാലിക്കുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ എത്ര പേര് അത് പാലിക്കുന്നുണ്ട് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. അങ്ങനെ എത്ര ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എത്ര പേര് അങ്ങനെ പാലിക്കുന്നുണ്ട് അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതിന്റെ ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ഹോസ്പിറ്റൽ capital letters. Total number of prescriptions in capital letters divided by total number of prescription into 100. ഇത് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെ.
എത്ര പ്രിസ്ക്രിപ്ഷൻ കുറിപ്പടികള് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ. എത്ര പ്രിസ്ക്രിപ്ഷനുകൾ ഉണ്ട്? ഓക്കെ, എത്ര പ്രിസ്ക്രിപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ആ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിന്റെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര എണ്ണമാണ് കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര കുറിപ്പടികൾ ഉണ്ട് അല്ലെ, എത്ര പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ, 31ഉം 32 ഒന്ന് വാങ്ങിച്ചു നോക്കി. ക്ലിയർ ആണെങ്കിൽ പറയാം കേട്ടോ. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലേ ആൽവിൻ? ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, 27 മുതലാണ് നമ്മൾ ഇന്ന് എടുത്തത്. 28 മാർക്ക് ചെയ്യേണ്ട നമ്പർ ആണ് പറയുന്നത് കേട്ടോ. 28 പേഷ്യന്റ് ഫാൾട്ട് റേറ്റ്. ഫോർമുല പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 28. അതുപോലെ 31 appropriate handovers during shift changes to be done separately for doctors and nurses per patient per shift. Okay, in 32 complaints related to medication prescription in hospitals. Sorry, capitals. Okay, 32 വരെ കേട്ടോ. 31ഉം 32ഉം 28. ഓക്കെ, ഒന്നുകൂടി സാധ്യം മുതൽ ഒന്നുകൂടി 32 ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്പർ ഒന്നും കൂടി പറയാം. ഇനി ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ അവര് മാർക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് വൺ കേട്ടോ. 1, 4, 7, 9, 10, 14, 16, 17, 21, 23, 24, 28, 30, 31, 30 ഇല്ല കേട്ടോ. 31, 32. ഓക്കെ ആണോ? മാർക്ക് ചെയ്തോ നിങ്ങള്? ഓക്കെ, ആ 19 ഉണ്ട് കേട്ടോ. 19 19ന്റെ വിട്ടുപോയതാണ് ആൻസർ. അപ്പൊ കറക്റ്റ് അല്ലേ? എല്ലാ നമ്പർ മിസ് പറഞ്ഞിട്ടില്ലേ മാർക്ക് ചെയ്തത്? ഓക്കെ, ഇനി ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ responsibilities of
ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. The quality manager in hospital should support the quality assurance programs at the hospital and be accountable for designing and establishing quality procedures, standards, and specifications in hospital. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ആ സെല്ലിന്, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്വാളിറ്റി മാനേജറാണ്. അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്യേണ്ടതും അതുപോലെ എസ്റ്റാബ്ലിഷ് പോളിസീസുകള്, പ്രൊസീജിയേഴ്സുകള്, സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക്കേഷൻസ് ഇതൊക്കെ ഡിസൈൻ ചെയ്യേണ്ട ചുമതലയും ആരുടേതാണ്? ക്വാളിറ്റി മാനേജറുടേതാണ്. അവിടെ പറഞ്ഞത് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കേണ്ടത് ക്വാളിറ്റി മാനേജറാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്പെസിഫിക്കേഷൻസ്, സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ ഡിസൈൻ ചെയ്യേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. He or she must encourage quality improvement in all the processes and procedures of the hospitals and share reports. ഇവിടെ പറയുന്നത് നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ തുടർച്ചയായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. നമുക്കറിയാം, നല്ലൊരു ക്വാളിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ സർവീസ് കൊടുക്കണമെങ്കിൽ തുടർച്ചയായിട്ടുള്ള ക്വാളിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞു എല്ലാ പ്രവർത്തനങ്ങളും, നടപടിക്രമങ്ങളും, അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ട്സുകൾ ഉണ്ടാവും. അതൊക്കെ ഷെയർ ചെയ്യേണ്ടതും ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇനി ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഒരു 13 നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് എന്താ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കാം. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ പറയുന്നത് എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് such as infection prevention, security, diets, etc. ഇവിടെ പറയുന്നത് നോൺ ക്ലിനിക്കൽ സർവീസുകൾ അല്ലെ, ചികിത്സാപരമല്ലാത്ത സർവീസുകൾ. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഡയറ്റ്, ഇതൊക്കെയാണ് നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ട് വരുന്നത്. അപ്പോ അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഇനി സെക്കൻഡ് എന്താണ്? എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂംസ്, operation theatre and patient amenities and outside services. Okay, patient amenities എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കമ്പോണന്റില്. വെരി ഗുഡ്, ഫെസിലിറ്റി ആണ് അല്ലെ, സൗകര്യങ്ങള്. ഓക്കെ, വെരി ഗുഡ്, ഓർമ്മയുണ്ടപ്പോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഈ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ആർക്കൊക്കെ ഉറപ്പുവരുത്തണം അല്ലെ? ക്ലീൻ സറൗണ്ടിങ്സ് ആർക്കൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്? OPD ഏരിയാസ്, അതുപോലെ വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങൾ, അതുപോലെ എന്താണ് ഔട്ട്സൈഡ് സോഷ്യൽ സർവീസ് അല്ലെ. ഔട്ട്സൈഡ് സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസിയൊക്കെ ഉൾപ്പെടുന്ന സർവീസസ്. നമ്മള് കോൺട്രാക്ട് ബേസ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ, ഹൗസ് കീപ്പിംഗ് സർവീസസിലൊക്കെ. ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, അതിലേക്കാണ് നമ്മൾ ഔട്ട്സോഴ്സ് സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഏരിയാസിലും നമ്മള് ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്.
ഇനി എന്താ പറയുന്നത്? പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ quality checklist and reach at the scores for the facility. ഇനി നമ്മള് ഫെസിലിറ്റി അല്ലെ, ഫെസിലിറ്റി അവിടുത്തെ സേവനങ്ങള്, അവിടെ കൊടുക്കുന്ന സേവനങ്ങള് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഈ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഓരോരോ ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചെക്ക് ലിസ്റ്റ് അല്ലെ. ഹൗസ് കീപ്പേഴ്സ് ആണ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഓരോ കാര്യങ്ങളും അല്ലെ, ഇന്നത് അല്ലെങ്കിൽ ഇനി ഇത് കണ്ടിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ചെക്ക് ലിസ്റ്റ് വഴിയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ എങ്ങനെയാണ് ക്വാളിറ്റി നല്ല രീതിയിൽ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് പീരിയോഡിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഓരോ കാര്യങ്ങളും. അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആയാലും പീരിയോഡിക്കലി ഇവാലുവേറ്റ് ചെയ്ത് അവിടുത്തെ സേവനങ്ങള് സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. മനസ്സിലായോ? അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന നല്ല രീതിയിലുള്ള സർവീസുകളാണോ, ആ സർവീസുകള് ചെക്ക് ലിസ്റ്റ് വഴി പീരിയോഡിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അനാലിസിസ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ വിലയിരുത്തി അവരുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന സർവീസുകൾ ഹോസ്പിറ്റലില് ഇപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും പുതിയതായിട്ടുള്ള ടെക്നോളജീസ് വരാം, പല പല ഇന്നോവേഷൻസ് ഒക്കെ വരാം അല്ലെ. അപ്പൊ ഇനി വരാൻ പോകുന്ന സർവീസുകൾ എങ്ങനെയാണ്, അതെല്ലാം തമ്മില് കമ്പയർ ചെയ്ത് ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്ന സർവീസുകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തതിനുള്ള കാര്യങ്ങള് ചെയ്യുന്നു. മനസ്സിലായോ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെയുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങള്, അവിടുത്തെ ആവശ്യങ്ങള്, ഹോസ്പിറ്റലുകളിലെ ആവശ്യങ്ങള് വിലയിരുത്തി അവരുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന സർവീസുകൾ എങ്ങനെയാണ്, അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് ഗ്യാപ്പ് അനാലിസിസ് കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കാം. ഇനി എന്താണ്? ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓഡിറ്റർ കംപ്ലൈന്റ്സ്. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പോയിന്റില് ഹോസ്പിറ്റൽസിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ മേൽനോട്ടത്തില് ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൂടി പറയാം. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ മേൽനോട്ടത്തില് ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത് അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഇനി ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസികൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? പറയാൻ പറ്റോ ഏതൊക്കെയാണെന്നുള്ളത്? അംഗീകാരം നൽകുന്ന സംഘടനകള് ഏതൊക്കെയാണ്? നാബ്. പിന്നെ ഏതാ പഠിച്ചത് നമ്മള്? പിന്നെ ഏതാ പഠിച്ചത്? ഒന്നും പഠിച്ചില്ലേ നമ്മള്? JCI അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ സർട്ടിഫിക്കേഷൻ ഏജൻസി അല്ലെ, സർട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഉള്ള ഏജൻസികളാണ് നാബ് അതുപോലെ JCI എന്ന് പറയുന്നത്.
അപ്പോ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഹോസ്പിറ്റലുമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ഈ ക്വാളിറ്റി മാനേജറുടേതാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി 6ാമത്തെ പോയിന്റ് നോക്കാം. ensuring that the hospital meets all regulatory complaints like biomedical waste management, blood bank or storage license, AERB regulations, radiation license, etc. അപ്പോ ഹോസ്പിറ്റലുകളിലെ എന്താണ് ഈ ഓട്ടോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക്, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ലൈസൻസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ലൈസൻസ് കൊടുക്കുമ്പോഴും അവർക്ക് എന്താണ് അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇവർക്ക് ലൈസൻസ് കൊടുക്കണം അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് റേഡിയോളജി നടത്താനായിട്ട് മെഷീൻസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ ലൈസൻസ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ലൈസൻസ് കൊടുക്കുമ്പോഴും എന്താണ് പല നിയന്ത്രണങ്ങളും അവർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബ്ലഡ് കമ്പോണന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ആ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടും അങ്ങനെ ലൈസൻസ് കൊടുക്കുമ്പോഴും അതിനും പല നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനും കൃത്യമായിട്ട് വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കും എന്താണ് അതിനുള്ള പല നിയന്ത്രണങ്ങൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട്, എന്നിരുന്നാലും അവർക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുതലായവ പോലുള്ള നിയന്ത്രണങ്ങളും എല്ലാ ഹോസ്പിറ്റലും പാലിക്കുന്നുണ്ടോ എന്നുള്ളതും ആര് ചെക്ക് ചെയ്യണം? ക്വാളിറ്റി മാനേജർ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി 7th പോയിന്റ് നോക്കാം. കീപ്പ് records of non-functional devices and timeline for its repair along with the AMC എന്ന് പറഞ്ഞാല് annual maintenance ട്ടോ, annual maintenance for all equipments. ഇവിടെ പറയുന്നത് നോൺ ഫങ്ഷൻ ആയിട്ടുള്ള ഡിവൈസസുകൾ അല്ലെ, വർക്ക് ചെയ്യാത്ത ഡിവൈസസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റില് ഏർപ്പെട്ട് അത് റിപ്പയർ ചെയ്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിവൈസസ്, വർക്ക് ചെയ്യാത്ത ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡ്യൂട്ടി നോക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി എന്താണ്? പ്ലാനിങ് ആൻഡ് വർക്ക് ഔട്ട് modalities towards the upliftment, preventive maintenance of equipments and vehicles and modernization of hospital. ഇനി എന്ത് ചെയ്യണം? നവീകരിക്കേണ്ട, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നവീകരണങ്ങൾ വരാം. അതുപോലെ തന്നെ പല എക്യുപ്മെന്റ്സ് മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ അപ്ലിക്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉന്നമനം, ഇപ്പൊ ഉന്നമനത്തിനുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ എന്താണ്? മൊഡാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിക്രമങ്ങള്. അപ്പൊ പല കാര്യങ്ങളും ചിലപ്പോൾ നവീകരിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ എന്താണ് മെയിൻ്റെനൻസ് വർക്കിന്റെ കാര്യങ്ങൾ, ഓരോ എക്യുപ്മെന്റും മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഉന്നമനത്തിനായാലും നവീകരണത്തിനായാലും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇഫക്റ്റീവ് ഗ്രീവൻസസ് റിട്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയി ആൻഡ് പേഷ്യന്റ്. നമുക്കറിയാം എന്താണ് പരാതി പരിഹാര ഇതല്ലേ. ഓക്കെ, എന്തെങ്കിലും പേഷ്യൻസിനായാലും അവിടെ വരുന്ന സ്റ്റാഫിനായാലും എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ
അത് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS. MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ KPI എന്ന് പറഞ്ഞാൽ എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ 32 ഫോർമുലാസ് പഠിച്ചല്ലേ? ഓക്കെ, അങ്ങനെയുള്ള മുതലായ ഇടങ്ങളിലെല്ലാം സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനെടുത്ത ആക്ഷനുകൾ എന്തെല്ലാമെന്ന് റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, MIS അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. അപ്പൊ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ ഇവ വരുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 32 ഫോർമുല ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മള് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക അത്യാവശ്യമാണ്. അപ്പൊ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കേണ്ട ആക്ഷൻ എന്തെല്ലാമാണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുകയും വേണം. അതാരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. ഓക്കെ, അതോറിറ്റിയെ അസസ് ചെയ്യുന്നതില് കോർഡിനേറ്റ് ചെയ്യുന്നു അല്ലെ? നമുക്കറിയാം JCI, NAB ഇവരൊക്കെയാണ് എന്ത് സർട്ടിഫിക്കേഷൻ ഏജൻസികൾ എന്ന് പറയുന്നത് അല്ലെ? അവരുമായിട്ട് അവര് വിലയിരുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് അക്രഡിറ്റേഷൻ തരാൻ വേണ്ടിയിട്ട് വിലയിരുത്തുന്ന ആ സമയത്ത് എല്ലാ കാര്യങ്ങളും വിലയിരുത്തേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കേണ്ട ഡ്യൂട്ടി ഈ ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി 12ാമത്തെ പോയിന്റ് നോക്കാം. ensure the employees education on quality standards. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് എംപ്ലോയീസിന്, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ക്വാളിറ്റി സർവീസ് എടുക്കണമെങ്കിലും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ പല കമ്മിറ്റീസ് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടും ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു കമ്മിറ്റി ഹോസ്പിറ്റൽ രൂപപ്പെടുത്തണം. അപ്പോ അങ്ങനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ എല്ലാ കാര്യങ്ങളും ഫ്രെയിം ചെയ്യേണ്ടതും അതുപോലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫ്രെയിം ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ക്വാളിറ്റി മാനേജറുടേതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? അതോടുകൂടി നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും ഫോർമുലാസ് പഠിക്കാം. അതുപോലെ JCIയുടെ എക്സ്പാൻഡഡ് ഫോം, NABന്റെ എക്സ്പാൻഡഡ് ഫോം ഒക്കെ നിർബന്ധമായിട്ട് പഠിക്കാം. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി വന്നാലും നമുക്ക് എഴുതാൻ പറ്റണമല്ലോ. ഓക്കെ, ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ക്ലിയർ ആണോ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠഭാഗം എടുക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നത് ബേസിസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.